ജിഡിയുടെ പണിയാ. സാറിനെ എന്തോ കുടുക്കില് പെടുത്താൻ അയാൾ എന്നെ കരുവാക്ക. ദൈവമേ, സാറിനൊന്നും വരുത്തല്ലേ. രാജാറാം, ലൊക്കേഷൻ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്തുകൊണ്ടിരിക്കുക. കിഡ്നാപ്പ് നടന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ജിഡി നിന്നെ ഫോൺ ചെയ്തു. നിനക്ക് കോൾ വന്ന സമയം നോക്കി എത്ര ദൂരം അവർ പോയിട്ടുണ്ടാവുമെന്ന് കണക്ക് കൂട്ടുകയായിരുന്നു ഞാൻ. നമുക്കുടൻ തന്നെ അവരുടെ ലൊക്കേഷൻ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റേണ്ടതാണ്. വാട്ട് അബൌട്ട് ഹിസ് ഫോൺ സിഗ്നൽ? നിനക്ക് ഫോൺ വന്നിട്ട് ഏകദേശം 5 മിനിറ്റുകൾക്ക് ശേഷം ജിഡിയുടെ ഫോൺ ഓഫായിട്ടുണ്ട്. ലൊക്കേഷൻ നമുക്ക് കിട്ടാതിരിക്കാനുള്ള അവന്റെ പ്ലാൻ. രാജാറാം, എനിക്ക് എവിടെ വെച്ചാണ് അവൻ കോൾ ചെയ്തതെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ലൊക്കേഷനിലെ ഫോൺ വന്ന സമയത്ത് എല്ലാ CCTV ഫുട്ടേജുകളും നമുക്ക് കിട്ടണം. ഞാൻ കമ്മീഷണർ അജയ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഓക്കെ? എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടനെ ഫോളോ അപ്പ് ചെയ്ത് കണ്ടെത്തണം. കാര്യങ്ങൾ പരമാവധി വേഗത്തിലായിരിക്കണം. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടാൻ പാടില്ല. ഷുവർ. പക്ഷേ എവിടെ നിന്നാണ് നമുക്ക് കിഡ്നാപ്പ് നടത്തിയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമായിരുന്നു. സാർ, ഞാൻ ശ്രീലക്ഷ്മി മാഡത്തിനെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുവന്ന വഴി കുറച്ച് ആളുകൾ എന്നെ ആക്രമിച്ചു. എന്നെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം അവർ ശ്രീലക്ഷ്മി മാഡത്തിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ്. ഈ ജാതകം എനിക്ക് കാണാപ്പാടമാണ്. തിരുവാതിര നക്ഷത്രം. രാജനന്ദിനി വിലാസത്തിലെ ഗായത്രി അമ്മയുടെ മകന്റെ ജാതകവും നിങ്ങളുടെ മകളുടെ ജാതകവും തമ്മിൽ 10ൽ 10 പൊരുത്തവുമുണ്ട്. എങ്കിലും ജനന സമയം കൊണ്ട് ഗുണദോഷ സമ്മിശ്ര കാലമാണിപ്പോൾ. അതായത് ഗുണവും ദോഷവും ഒരുപോലെ വന്ന് ഭവിക്കും എന്നർത്ഥം. അല്ല ജോത്സ്യരെ, ജാതകങ്ങൾ തമ്മിൽ ചേർച്ചുണ്ടെങ്കിൽ പിന്നെ അതിന് തൊട്ടു മുമ്പേ അപകട സാധ്യത കാണിക്കാനുള്ള കാരണം എന്തായിരിക്കും? ഈ ജാതകപ്രകാരം ഗ്രഹങ്ങളുടെ മാറ്റങ്ങളാണ് ജാതകയുടെ ജീവിതത്തിൽ സമയദോഷം ഉണ്ടാക്കുന്നത്. എത്ര നല്ല ജാതകമാണെങ്കിലും ഗ്രഹനില ശരിയല്ല എങ്കിൽ ആപത്തുകൾ ഉണ്ടാകും. ജാതക ചേർച്ചയുള്ള കല്യാണങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഭർത്താവിനോ ഭാര്യയ്ക്കോ അപകടങ്ങൾ ഉണ്ടാകുന്നതും 2ൽ ഒരാൾ മരണപ്പെടുന്ന വാർത്തയും ഒക്കെ നമ്മൾ പത്രങ്ങളിൽ വായിക്കാറില്ലേ? അത് ജനന സമയത്ത് അധിഷ്ഠിതമായിരിക്കുന്ന ഒന്നാണ്. ശ്രീലക്ഷ്മി എന്ന നിങ്ങളുടെ മകൾ ജനിച്ച തീയതിയും സമയവും അനുസരിച്ച് ഇപ്പോ കണ്ടകശനിയുടെ കാലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ കാലഘട്ടത്തിൽ അത്യാപത്തുകൾ ഉണ്ടാകാൻ സാധ്യതകൾ ഏറെയാണ്. ഈ ഒരു സമയം കഴിഞ്ഞു കിട്ടിയാൽ പിന്നെ ധനസമ്പന്നത കൊണ്ടും ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളുടെ മകൾ ഉന്നതിയിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഈ കാലഘട്ടം അത്ര എളുപ്പത്തിൽ കഴിഞ്ഞു പോകുന്ന ഒന്നല്ല. ജീവഹാനി വരെ സംഭവിക്കും. ഞാനീ പറഞ്ഞത് ഈ ജാതകത്തിന്റെ മാത്രമല്ല, വിവാഹം കഴിയാൻ പോകുന്ന ആളിന്റെ ജാതകത്തിലും ഗ്രഹങ്ങളുടെയും സമയത്തിന്റെയും അനിഷ്ടതകൾ കാണുന്നുണ്ട്. അതായത് ഗായത്രി അമ്മയുടെ മകനും ഈ സമയത്ത് ചില പരീക്ഷണങ്ങളിലായിരിക്കും. നിങ്ങൾ സംശയിച്ചതുപോലെ അഗ്നിബാധയും രക്തത്തിന്റെ സൂചനയും അതിന്റെയൊക്കെ മുന്നറിയിപ്പുകളാണ്. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മകൾക്ക് കണ്ടകശനിയുടെ കാലമാണ്. കോളിളക്കം സൃഷ്ടിക്കുന്ന സമയം. ചുറ്റും കാണുന്നത്
പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കേണ്ട സമയം. പ്രസ്തുത സന്ദർഭങ്ങളിൽ അതിസൂക്ഷ്മ നിരീക്ഷണവും ജാഗ്രതയും ആവശ്യമായി വരും. കണ്ടകശനി കൊണ്ടേ പോകൂ എന്നാണ്. അപ്രതീക്ഷിത അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. ആളുകളെ കണ്ണടച്ച് വിശ്വസിക്കുന്നതിൽ അപാകതകൾ ഉണ്ടാകും. ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാനും അതിജീവിക്കാനും കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടെല്ലാം ശുഭകരമായിരിക്കും. പ്രത്യേകിച്ചും ഇന്ന് സൂര്യാസ്തമനം വരെ വളരെ ശ്രദ്ധിക്കണം. മകയിരം, അവിട്ടം, പൂയം, തിരുവാതിര നക്ഷത്രക്കാരും ഗ്രഹണത്തിൽ പങ്കാളികളാകുന്ന നക്ഷത്രങ്ങളുടെ വേദനക്ഷത്രങ്ങൾ ഉള്ളവരും ഗ്രഹണത്തിന്റെ ദോഷഫലങ്ങൾ അനുഭവിക്കാൻ ഇടയുള്ളവരാണ്. സൂര്യാസ്തമയത്തിന് ശേഷം ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യങ്ങൾ വന്നു ചേരുകയും സൂര്യാസ്തമയത്തിന് മുൻപ് മരണത്തിലേക്ക് വരെ പോകാൻ സാധ്യതയുള്ളവരുമാണ്. ഇന്ന് ഗ്രഹണമാണ്. ചില നക്ഷത്രക്കാരുടെ ഗ്രഹനിലയിൽ മാറ്റം വരുന്ന ദിവസം. തിരുവാതിര നക്ഷത്രത്തിലും മാറ്റം സംഭവിക്കും. ആയതിനാൽ അമ്പല ദർശനം വളരെ ഫലപ്രദമായിരിക്കും. ഒരു പരിധിവരെ പ്രാർത്ഥന കൊണ്ട് എല്ലാ ആപത്തിനും തടയിടാൻ കഴിഞ്ഞു വരും. ഇതിനൊരു പരിഹാരമില്ലേ ജോത്സരെ? അതാണ് ഞാൻ പറഞ്ഞത്. പ്രാർത്ഥനയാണ് ആകെയുള്ള പോംവഴി. തിരുവാതിര നക്ഷത്രത്തിൽ 4ാമത്തെ പാദത്തിൽ ജനിച്ച പെൺകുട്ടിയായതിനാൽ ഇപ്പോഴത്തെ ഈ സമയം വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ കരുതലും പ്രാർത്ഥനയും ശക്തിയുള്ളതാണെങ്കിൽ ഒരു പരിധിവരെ ആപത്തുകൾ ഒഴിഞ്ഞു നിൽക്കും. അതിൽ കുറവുകൾ വന്നാൽ ആപത്തുകൾ വിളിച്ചു വരുത്തുന്നതിന് സമം. ദുർമരണം വരെ സംഭവിക്കാം. ഇതെന്തോ വലിയ പ്രശ്നമാണ്. എനിക്ക് വേണ്ടി രവി സാറിനെ കൊണ്ട് എന്തോ കാര്യം ചെയ്യിക്കാനുള്ള പ്ലാൻ. ഞാൻ കാരണം സാർ ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ വന്ന് വീഴരുത്. അതിന് ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്താലേ പറ്റൂ. ദൈവമേ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. ഹലോ, ഏയ്, എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു. കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. അതെ, നിനക്ക് സേവ ചെയ്യാനല്ല നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അടങ്ങി ഒതുങ്ങി മിണ്ടാതിരുന്നോണം അവിടെ. പ്ലീസ്, എനിക്ക് തല കറങ്ങുന്നുണ്ട്. കുറച്ച് വെള്ളം മതി, എന്റെ തൊണ്ടയൊന്ന് നനയ്ക്കാൻ മാത്രം. പ്ലീസ്. നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? ചേച്ചി പ്ലീസ്, ചേച്ചി പ്ലീസ്, കുറച്ച് വെള്ളം പ്ലീസ്. പ്ലീസ് ചേച്ചി പ്ലീസ്. ഇത് വലിയ തലവേദന ആയല്ലോ. മതി കെഞ്ചിയത്, ഞാൻ എടുത്തോണ്ട് വരാം. അവളുടെ ഒരു വെള്ളം കൂടി.
വേഗം പിടിക്ക്. ഓക്കെ സർ, താങ്ക് യു. ഡോക്ടർ എന്ന് പറഞ്ഞു? കുഴപ്പമില്ലെന്ന് പറഞ്ഞു. 3 സ്റ്റിച്ചുണ്ട്. 8075 288 485. ആരുടെ നമ്പരാ? അതെന്റെ നമ്പർ സർ. 8075 61 2670. അതോ? സാർ അത് പിന്നെ സാറ് അത് ആ നമ്പർ ജിയുടെ ഗൗരിദാസ് എന്ന നിന്റെ ബോസിന്റെ. അതിലേക്ക് ഏറ്റവും കൂടുതൽ കോൾ വന്നത് നിന്റെ ഫോണിൽ നിന്ന്. സൈബർ സെല്ലിൽ നിന്ന് കിട്ടിയ വിവരം കമ്മീഷൻ അറിയിച്ചത്. ഇവിടുത്തെ നിന്റെ ചാരന്റെ വേഷം കഴിഞ്ഞു. 3 അല്ല 300 സ്റ്റിച്ചിട്ടാലും തുന്നിക്കെട്ടാൻ പറ്റാത്ത വിധത്തിൽ ഇപ്പൊ നിന്റെ തല ഞാൻ പൊളിക്കും. ഇനി പറ, ശ്രീലക്ഷ്മിയുടെ? എനിക്കറിഞ്ഞൂടാ. രാജാറാം, പറയടാ, ചാവണോ ജീവിക്കണോ? ശ്രീലക്ഷ്മി മേഡം എവിടെ? സർ, ഞാൻ പറയുന്നത് വിശ്വസിക്കണം.
ശ്രീലക്ഷ്മി മാഡത്തിനെ കിഡ്നാപ്പ് ചെയ്തത് 2 സ്ത്രീകളെ വെച്ച. അവരെങ്ങോട്ടോ ശ്രീലക്ഷ്മി മാഡത്തെ കൊണ്ടുപോകുന്നതെന്ന് GD-യോട് പോലും പറയണ്ടെന്ന GD അവരോട് പറഞ്ഞത്. രവി സാർ 6 മണിക്ക് മുമ്പ് മീഡിയയ്ക്ക് മുമ്പിൽ GD ആവശ്യപ്പെട്ട കാര്യം പറഞ്ഞില്ലെങ്കിൽ 6 മണിക്ക് ശേഷം അവർ ശ്രീലക്ഷ്മിയെ കൊല്ലും സാർ. അത് ഉറപ്പാണ്. ഹലോ. എന്താ രവി ഇത്? നിനക്ക് പങ്ക്ച്വാലിറ്റി ഉണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. നീ പ്രസ് മീറ്റിൽ പോണെന്ന് പറഞ്ഞ് എന്തോന്നായി ചെയ്തു കൂട്ടുന്നത്? നീ എന്താ ഇതുവരെ റെഡിയാവാത്തത്? GD, ശ്രീലക്ഷ്മി എവിടെ ഇപ്പോ? എവിടെയാണെന്ന് എന്നോട് ചോദിച്ചാ എവിടെയാണോ ശ്രീലക്ഷ്മി ഇപ്പോഴുള്ളത് അവിടെ തന്നെ. അതെവിടെയാണെന്ന് വീണ്ടും ചോദിച്ചാ സത്യമായിട്ടും എന്റെ കൂടെ അല്ലെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റൂ. കള്ളം പറയരുത്. നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. സോറി. നീ ഉറക്കെ സംസാരിച്ച് വെറുതെ ശബ്ദം കളയുകയാണെങ്കിൽ ശ്രീലക്ഷ്മിയുടെ ഡെഡ് ബോഡി കണ്ട് കരയാൻ ശബ്ദം വേണ്ടതല്ലേ നിനക്കിനിയും? വീണ്ടും തുടങ്ങി. ഇത്രയ്ക്ക് പ്രിയപ്പെട്ടവളാണെങ്കിൽ ആ കുട്ടി ചത്തുപോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടും നിനക്കൊരു കുലുക്കമില്ലല്ലോ ഇതുവരെ. GD, നീ കാണിക്കുന്നതിന് ഇത്തവണ നിനക്ക് മാപ്പുണ്ടാവില്ല. അത് ഓർത്തോ നീ? ആഹാ, നീ അവിടെ ഉണ്ടായിരുന്നു. നിന്റെ വോയിസ് കേട്ടില്ലല്ലോ എന്ന് വിചാരിച്ചതേ ഉള്ളൂ ഇപ്പൊ ഞാൻ. രാജാറാമേ, മരണത്തെ പലതവണ മുഖാമുഖം കണ്ടിട്ടുള്ളവനാ ഞാൻ. ഇനിയും ഞാൻ എന്റെ ജീവനിൽ പേടിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എല്ലാം വളരെ പ്ലാൻഡാണ് ഞാൻ. രവിയെ ഒരു തവണ ജയിച്ചതിന്റെ അടുത്ത നിമിഷം മാത്രമേ ഞാൻ മരിക്കൂ. സന്തോഷമായിട്ട്. GD, ശ്രീലക്ഷ്മിക്കൊന്നും സംഭവിക്കാൻ പാടില്ല. സോറി രവി, എനിക്കതിൽ ഒരു ഗ്യാരണ്ടിയും തരാൻ സാധിക്കില്ല ഇപ്പോൾ. 6 മണിയാവുമ്പോൾ നീ മീഡിയയ്ക്ക് മുന്നിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് കുറ്റസമ്മതം നടത്തണം. ഇല്ലെങ്കിൽ ശ്രീലക്ഷ്മിയെ നിനക്ക് പിന്നെ ശവമായിട്ടേ കാണാൻ പറ്റൂ. ഞാൻ ഇവിടെ ന്യൂസ് ചാനലും വെച്ച് കാത്തിരിക്കും. സമയം കളയാതെ നീ പോവാൻ നോക്കും. വേഗമാട്ടെ. ശ്രീലക്ഷ്മിയുടെ ജീവൻ ഇപ്പൊ നിന്റെ കയ്യില. 6 മണിക്ക് ന്യൂസ് അപ്ഡേറ്റ്സിൽ എനിക്ക് നിന്നെ കാണണം. ഓക്കേ, ബൈ. നടക്കടാ അങ്ങോട്ട്. നിനക്കുള്ള ചികിത്സ ഇനി എന്റെ വകയാ. നടക്കണം. മതി മതിയടിച്ചത്. കുറച്ചു സമയം കൂടി സാറിന് അവളെ ജീവനോടെ വേണ്ടതാ.